മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി 5 വയസ്സുകാരി പെൺകുട്ടിക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ കുട്ടിക്ക് രോഗം പകരാനിടയായ വൈറസ് ഉണ്ടായത് ഈ പുഴയിൽ നിന്നാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത്. കടലുണ്ടി പുഴയുടെ മൂന്നിയൂർ പാറക്കടവ് കടവാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ ഈ കുട്ടിയും കുടുംബവും മറ്റുള്ള ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഇവിടെ വെച്ചായിരുന്നു കുടിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ രോഗം ഉണ്ടാകാൻ ഇടയുള്ള ഈ വൈറസ് പകർന്നത് എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ നിയന്ത്രണങ്ങളാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുഴയുടെ ഈ 5 കടവുകളിൽ നിന്നും കുളിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഞ്ചായത്ത് അംഗം നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ പ്രധാനമായും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പുഴയിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആരും കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾ പോലും പുഴയിൽ ഇറങ്ങരുത്, പ്രത്യേകിച്ച് കുട്ടികളെ പുഴയിലേക്ക് കൊണ്ടുവരരുത്. അതാണ് കർശനമായി കൊടുത്തിട്ടുള്ള നിർദ്ദേശം. രണ്ടാമത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കുളിച്ച കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് തന്നെ മൂന്നിയൂർ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവർ ടെസ്റ്റിന് വിധേയമാകണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. സ്വാഭാവികമായും ഇതൊരു പകരുന്നൊരു അസുഖമല്ലാത്തത് കൊണ്ട് അത്തരം ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല. പക്ഷേ ഒരു ജാഗ്രത അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോധവൽക്കരണം മറ്റുമൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വാർഡുകളിൽ ഇപ്പോൾ ഈ രോഗമുണ്ടായ കുട്ടിയുടെ വീട്, അതിന് ചുറ്റുഭാഗത്തുള്ള വീടുകളിലൊക്കെ പോയി കൃത്യമായ ബോധവൽക്കരണം നടത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള കിണറുകളിലുള്ള വെള്ളം ക്ലോറിനേഷൻ നടത്തി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കുട്ടികൾ ധാരാളം ഈ പുഴയിൽ ആശ്രയിക്കും. കിണറുകളിലൊക്കെ വെള്ളം ഇല്ലാതാകുമ്പോൾ അലക്കാനും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെ ജനങ്ങൾ കൃത്യമായിട്ട് ആശ്രയിക്കുന്ന ഒരു നദിയാണ്. ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു അസ്വാഭാവികതയോ ഈ പുഴയിൽ കുളിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും രോഗങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഒരു അറിവും പുതിയ ഒരു സംഭവമാണ്. ഏതായാലും പഞ്ചായത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദിനം പ്രതി ധാരാളം ആളുകൾ കുളിക്കുന്ന ഒരു കടവ് പുഴയും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു രോഗം ഉണ്ടാവാനിടയായ കാരണം നാട്ടുകാർക്കും തന്നെ ഒരു പിടിയില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട 3 കുട്ടികൾ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഒപ്പം തന്നെ മറ്റുള്ളവരും ഇവിടുന്ന് കുളിച്ചവരൊക്കെ തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും എല്ലാം തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.